സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഐലൻഡ് മെഗാ ഫെയർ. അതായത് നമ്മുടെ നാട്ടിലെ എക്സിബിഷനൊക്കെ ഇല്ലേ എന്ന പോലെ തന്നെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി പെർമിഷൻ ചോദിച്ചു. അങ്ങനെ ആളോട് സംസാരിച്ച് ആളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വാരിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ആളുടെ സാലറി ആൾക്ക് കിട്ടുന്നത് ഇവിടെ 15,000 രൂപയാണ്. ആൾ ഇവിടുത്തെ ലോക്കലല്ല, ആൾ പുറമേൽ നിന്ന് വന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് ഇവിടെ. അപ്പോൾ ആളോട് ചോദിച്ചിട്ടാണ് നമ്മളിവിടെ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. വളരെ നല്ല മനുഷ്യനാണ് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ലൈറ്റ് കുറവാണ്, നീ കറണ്ട് വന്നിട്ട് വേണമെങ്കിൽ ഉള്ളിൽ പോയിക്കോ, അപ്പോൾ അത്യാവശ്യം നല്ല ലൈറ്റിലൊക്കെ ക്യാമറയിൽ എടുക്കാൻ പറ്റുമെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരികയും ചെയ്തത്. അപ്പോൾ ഞാൻ കറണ്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അത് മാത്രമല്ല, ഇതിനെപ്പറ്റി കുറച്ച് വിവരങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ആൻഡമാനിൽ മൊത്തം 4 IMF ഉണ്ട്. അത് നടത്തുന്നത് മലയാളിയാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ 2 മലയാളികളെ പരിചയപ്പെട്ടു കേട്ടോ. ഈ ചേച്ചി ഇവിടുത്തെ ടീച്ചറാണ് കേട്ടോ, ഗവൺമെന്റ് സ്കൂളിൽ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാൻ മലയാളികളോട് സംസാരിക്കുകയാണ്. വളരെ നല്ല മനുഷ്യർ കേട്ടോ. എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞാൽ മതി എന്ന് എൻ്റെ നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ടീച്ചറും ഹസ്ബൻഡും പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് വന്നു. ഞാൻ അപ്പോൾ ഉള്ളിൽ കയറി കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. പുറമേ വഴിയരികിൽ നിന്ന് മേടിക്കുന്നതിനേയും കാട്ടിയും പൈസ കുറവിൽ ഇവിടെ കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ഡ്രസ്സുകൾക്കൊക്കെ 150 രൂപ, ഷർട്ടുകൾക്കൊക്കെ 150 രൂപയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന കടയിലെ ചെക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ കടയുടെ വീഡിയോ ഒന്ന് എടുക്കാമോ എന്നാണ് ചോദിച്ചത്. അച്ഛനില്ലാത്ത സമയത്ത് ഇവനാണ് ഇവിടെ വന്ന് കടയിൽ നിൽക്കാറെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഡ്രസ്സുകളുടെ കടയൊക്കെ നമുക്ക് കാണാം. പിന്നെ കുറച്ച് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ വഴിയാണ് അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കയറി പോകുന്നതിൻ്റെ അടുത്ത സൈഡിൽ തന്നെ കുറേ ടോയ്സും കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് അത്രയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്താണ് കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കമ്പനികളുടെ പരസ്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കുറേ ക്രോക്കറീസ്, കട്ട്ലറീസ്, അതായത് പ്ലേറ്റ്, ഡിഷ് വാഷ്, അങ്ങനെയുള്ള ചെയർ, കുറേ സോഫ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോസ്മെറ്റിക്സ് ഐറ്റംസും കുറേ കാണാം നമുക്ക് ഇവിടെ. നമ്മുടെ നാട്ടിൽ നന്ദിരത്ത് അങ്ങനത്തെ ഒരു ചെറിയൊരു സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. പിന്നെ പണ്ടത്തെ രീതിയിൽ പെടലുള്ള തയ്യൽ മെഷീനൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 9,000 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ കുറേ 4K റെസൊല്യൂഷനുള്ള കുറേ TV-കൾ, മൈക്രോവേവ് ഓവൻ, കൂളർ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ കയറുന്നത് ലാഭമാണോ എന്ന് ചോദിച്ചാൽ ഓൺലൈൻ പ്രൈസിനും കാട്ടി വില കൂടുതലാണ് എന്തായാലും ഇവിടെ ഉള്ളത്. ഈ കാണുന്ന ചെയറിനൊക്കെ 3,000-4,000 രൂപയൊക്കെയാണ് ചെയറിന് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് നമുക്കിവിടെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുണ്ട്. വണ്ടിയുടെ ഹെൽമെറ്റ് വരെ നമുക്കിവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ചെറിയ ലുലു മാൾ പോലെ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ആൻഡമാനിൽ തന്നെ ഏറ്റവും വലിയ ലുലു മാൾ എന്ന് വേണമെങ്കിൽ പറയാം. അബർദീൻ എന്ന് പറയുന്ന ടൗണിൽ തന്നെ ലുലു മാൾ എന്ന് പറയുന്ന 2 കടകളുണ്ട് കേട്ടോ. പിന്നെ ചില്ലറിൽ വെച്ചിരിക്കുന്ന കുറേ ഐസ്ക്രീംസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഫ്രോസൺ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. ശരിക്കും ഇതിന് എക്സിബിഷൻ എന്ന് പറയണോ അതെയോ ചെറിയൊരു ലുലു മാൾ എന്ന് പറയണോ എന്ന് തന്നെ എനിക്ക് അറിയില്ല. അത്ര അധികം ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൂടാതെ തന്നെ വീട്ടിലേക്ക് ആവശ്യമായ എണ്ണകൾ, ഫിനോയിൽ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിള്ളേർക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മാഗി, ബിസ്ക്കറ്റ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല, ഇവിടെ നിന്ന് 3,000 രൂപയ്ക്കും അല്ലെങ്കിൽ 7,000, 5,000 അങ്ങനെ തുടങ്ങി ഓരോ പൈസയ്ക്ക് മേടിക്കുന്നവർക്ക് പല രീതിയിലുള്ള ഗിഫ്റ്റ് ഐറ്റംസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ IMF-ന്റെ ഉള്ളിൽ കാണാനുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് CCTV ക്യാമറയാണ്. ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് പുറത്തിറങ്ങുകയാണ്. ഈ വഴിയാണ് നമ്മൾ പുറത്തിറങ്ങി പോകുന്നത്. പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് कांची दे रहा हूँ ना भाई ये 120 रुपीस पीस आएगा एक पीस इधर पीस में 120 രൂപ കേട്ടോ. ये सब मिलेंगे. सेट का आएगा 350 का സെറ്റ് 350 ഒരാണി 120 മൊത്തം 12 3 4 5 6 പീസാണെങ്കിൽ 350 രൂപ. 6 പീസ് എടുക്കാട്ടല്ല, അപ്പം 6 പീസിന് 350 രൂപയുള്ളൂ. അത് ഭയങ്കര ലാഭമായിട്ടത് ഇത് മേടിക്കണമെന്നുണ്ടെങ്കിൽ. ഒരു സെറ്റ് കുറേ കിട്ടും മേടിക്കാൻ. ഈ കടയിൽ കമ്പിളി പതപ്പ്, അങ്ങനെയുള്ള കുറേ ഷീറ്റുകൾ, ചവിട്ടികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ കടയിലുള്ളത്. നല്ല സുഖമുണ്ട് അത് പിടിക്കാൻ. ടേബിളിൽ ഇടുന്ന മാറ്റുകൾ, അങ്ങനെ കുറേ സാധനമുണ്ട് ഇവിടെ. ഇതൊക്കെ നല്ല നല്ല ക്വാളിറ്റി സാധനം കേട്ടോ. ये शीट कितना भाई? 300 का है. 300 9 डबल का बड़ा वाला 9 फीट 9 6 सीटर 6 സീറ്റർ 6 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സാധനമാട്ടത്. ഇതിന് 300 രൂപയുള്ളൂ. ആലോചിച്ച് നോക്കി, നല്ല പൈസ കുറവാണ്. ചവിട്ടി ഇതേപോലെ ഇതുണ്ടോ, ആ സാധനമൊക്കെ നമ്മൾ വീട്ടിൽ മേടിച്ച് വിലക്കിടില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. ഡ്രസ്സിനൊക്കെ വിലക്കുറവുണ്ട്. ടീഷർട്ടിനൊക്കെ 150 രൂപയ്ക്ക് ടീഷർട്ട്. ഈ ചെയറൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ആള് പറയണത് നമ്മളത് ഉള്ളിൽ ഇപ്പോൾ വീഡിയോ എടുത്തോളാനാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്നുള്ളൂ എന്ന് പാലോട് പറഞ്ഞത്. നമ്മുടെ ഐലൻഡിൽ വരുന്നവർ ഈ IMF എവിടെയാണെന്ന് നോക്കിയാൽ മതി. എയർപോർട്ടിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഈ സ്ഥലം. പറഞ്ഞത് ഇവർക്ക് 4 ബ്രാഞ്ച് ഉണ്ട്. ഇതുപോലത്തെ 4 ബ്രാഞ്ചിൽ ഇതേപോലെ ഇവർ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അത് പോർട്ട് ബ്ലെയറിൽ തന്നെ 4 ബ്രാഞ്ച് ഉണ്ട്. വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.